അതെ അവിടെ ആണി ഉണ്ടാവോ ഗൈസ്? ഇതൊക്കെ തൂക്കിടാനുള്ള ഇല്ലെങ്കിൽ നമുക്ക് ആണി അടിപ്പിക്കാം. പിന്നെ അടുപ്പിച്ചാൽ അമ്മച്ചോട്ടെ കുറച്ച് കഴിയുമ്പോ തന്നെ വരും. അവിടെ പണി അടിച്ചിട്ടിരിക്കുമ്പോഴേക്ക് കയറുണ്ട്. ഞങ്ങളും അതെ ഗൈസ് സർപ്രൈസ് കൊടുക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇതേ കസിൻസ് എല്ലാവരും കൂടി ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് എങ്ങനെ സെറ്റാക്കാം. ഇനി അഥവാ സെറ്റാക്കണ സമയത്ത് ചേട്ടൻ വല്ലതും കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ. അങ്ങനെ പറഞ്ഞ് 100 കൂട്ടം കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണത്. എന്തിനി വാവച്ചക്ക് ഫ്ലാഷ് ഇട്ട് വീഡിയോ എടുത്താലേ അവൾക്ക് സുന്ദരിയായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവൾ തന്നെ പറയുന്നത്. ഞങ്ങളിതേപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി അമൽച്ചേട്ട വന്നാൽ മാത്രം മതി. അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. കണ്ട വാവച്ചക്ക് വായും പൊളിച്ചിരിക്കുന്നത്. ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ചടപടേന്നായിരുന്നു. എന്തായാലും ഡെക്കറേഷൻ കൊള്ളാം. മേബിൾ ജോസഫ് ആയിരുന്നു കേട്ടോ ഡെക്കറേഷന് മുന്നിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. വന്ന് പറഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അങ്ങേക്ക് കയറി വന്നത്. ഞങ്ങളാണെങ്കിൽ നിന്നങ്ങ് ടെൻഷൻ ആവണം. എന്തിനാ ടെൻഷൻ ആവണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ അമൽച്ചേട്ടക്ക് സർപ്രൈസ് കിട്ടണതിന് തൊട്ട് മുന്നേ ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടി. അബി ഞങ്ങളുടെ അനിയൻ. ആ സമയത്ത് അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കൂട്ടം കൂട്ടിയിട്ട് അടിച്ചാൽ. ചേട്ടൻ വരുന്നതിന് മുന്നേ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ചവൻ. അശ്വിൻ്റെ മുഖത്തൊക്കെ എക്സ്പ്രഷൻ കണ്ട. അവസാനം അമൽച്ചേട്ട വന്നു ഗൈസ്. കണ്ടു സർപ്രൈസ് ആയിപ്പോയി. അങ്ങേര് ചിരിച്ചോണ്ടിരിക്കുന്നു. നോക്കൂ, വാവ്, ഇതിലും വലിയ സർപ്രൈസ് അങ്ങേർക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. ഞാൻ ഓർത്ത് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിന്ന് ഓർത്തത്. പക്ഷേ അങ്ങേരുടെ ചിരി കണ്ടപ്പോ മനസ്സിലായി കിളി പോയിരിക്കണെന്ന്. സർപ്രൈസ് ആയിട്ട് കേട്ടോ. കിളി പോയിരിക്കുന്ന അമൽച്ചേട്ടനെയും കാണിച്ച് ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.